ഇതാ കാണാതെ പോയ പിള്ളേരുടെ മാലയല്ലയോ? ആന്നടാ, ആ മാല തന്നെ. എന്ത് പണിയെ കാണിച്ചത്? ഇത് പോലീസ് അന്വേഷിക്കുന്ന കേസാ. ഇനി ഇതിന്റെ പിറകെ ഇനി എന്തെല്ലാം നൂലാമാല കാണും? ഇതാര്? ഉപദേശിയോ? നിങ്ങൾ ഇരുട്ട് കണ്ടിട്ടുണ്ടോ? സാധാരണ ഇരുട്ടല്ല, ഒരു വല്ലാത്ത ഇരുട്ട്. ഇന്നലെ ആ കുട്ടികളെ കാണാതായപ്പോൾ ഇരുട്ടില്ലേ, അതേ ഇരുട്ട്. ഈ മാല ചിലപ്പോ കൊണ്ടുപോയവന്റെ ആയിക്കൂടെ? അങ്ങനെ ആയിക്കൂടെ ആ, ഉപദേശിയുടെ കയ്യിലെന്താ? ഒരു പൊതി. നിങ്ങൾ അത്താഴം കഴിച്ചോ? ഇത് എനിക്കുള്ള അത്താഴം. അതിന് അത്താഴം കഴിക്കാൻ സമയം ആയില്ലല്ലേ? ഇന്നില്ലെങ്കിൽ നാളെ കഴിക്കാമല്ലോ. പണ്ട് കർത്താവ് കഴിപ്പിച്ചത് ഓർമ്മയില്ലേ? അവസാനത്തെ അത്താഴം. ഞാൻ ആരെയും തേടി വന്നിട്ടില്ല. നിങ്ങൾ എന്നിലേക്ക് വന്നു ചേരുകയായിരുന്നു. കാരണമായത് ഒരു കാരണമില്ലാതെ നീ ഞങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നേ. ഞങ്ങൾ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുൻപ് നിങ്ങളൊരു കാര്യം അറിയണം. അന്ന് വന്ന പ്രധാന ഹെഡ്ലൈൻ കൂടി ഞാനൊന്ന് വായിക്കാം. പ്രീതിയുടെ കല്ലറ പൊളിച്ച് മൃതദേഹത്തെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത രീതിയിൽ കണ്ടെത്തി. ആ പ്രതികളെ പോലീസ് തിരയുന്നു. ആ 2 പ്രതികളും എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി പ്രീതിയുടെ കല്ലറ തുറന്നു വന്നത്. ആ മാനുവൽ കാണാതായ 2 കുട്ടികളില്ലേ, ആ കുട്ടികളുടെ അച്ഛൻ പറ്റിപ്പോയി. നീ പറ, എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. നീ പറഞ്ഞ എന്തുകൊണ്ട് ഞങ്ങൾ കേൾക്കാം. എന്ത് വേണേലും കേൾക്കുമല്ലേ? രക്ഷാമാർഗങ്ങൾ അവന് ലഭിക്കുകയില്ല. മരണം മാത്രമാണ് അവർക്ക് പ്രത്യാശിക്കാനുള്ളത്. ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങൾക്കുള്ള അവസാനത്തെ അത്താഴം, the last supper. ഇനി ഒന്നുകൂടെ ബാക്കിയുണ്ട്. ടോണിക്ക് ആയുസ് വളരെ കുറവാണ്. പെട്ടെന്നൊക്കെ ചത്തുപോയി. നിനക്കൊരു വല്ലാത്ത മണമുണ്ട്. എൻ്റെ ചോരയ്ക്കും അതേ രുചി. മനുവല്ലേ, മാനുവേലേ, ഇത് നീ തുറന്ന റീത്തയുടെ കല്ലറ. നഷ്ടപ്പെടലിന്റെ വേദന അറിയാൻ നിന്റെ 2 മക്കളെ ഞാൻ കൊന്നു. ഇനി നിനക്കുള്ളത് അവസാനത്തെ അത്താഴം. കൊലപാതകി മരണം വരെയും അലഞ്ഞു തിരിയട്ടെ. ആരും അവന് ഇടം കൊടുക്കരുത്. സുഭാഷിതങ്ങൾ 28-ാം അധ്യായം 17-ാം വാക്യം. നിങ്ങൾ 5 പേരും ഇവിടെ സുഖമായി ഉറങ്ങുക. ഇനി എൻ്റെ റീത്തയ്ക്ക് സുഖമായി തുറന്നു.